ഇപ്പം നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ നിന്ന് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുക. തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഘർഷങ്ങൾ സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിൽ ഹൈന്ദവ വിശ്വാസികൾക്കെതിരെയുള്ള സംഘർഷം നമ്മൾ കണ്ടതാണ്. അത്രയും ക്രൂരമായ ഒരു സംഘർഷാവസ്ഥയാണ് അവിടെ നടമാടുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ദിവസവും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരും നേതാക്കളും തമ്മിലടിക്കുകയാണ് അല്ലേ? ആ വാർത്തകളിലേക്ക് പോകാം. ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. വോട്ടെടുപ്പിനിടെ വിവിധയിടങ്ങളിൽ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തലസ്ഥാനമായ ധാക്കയിലെ മീർപൂർ 10ാം മണ്ഡലത്തിൽ BNPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. ചിലയിടങ്ങളിൽ കള്ളവോട്ട് നടന്നതായും ആരോപണമുയർന്നു. മുഹമ്മദ് യൂനിസും BNP നേതാവ് താരിഖ് റഹ്മാനും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. 2024 ഷെയ്ഖ് ഹസീനയെ സ്ഥാനഭ്രഷ്ടയാക്കിയ ശേഷമുള്ള ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഐസൺ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുകയാണ്. ഐസൺ, വലിയ ഒരു ആഭ്യന്തര കലാപത്തിന് ശേഷം ഇതാ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പതിറ്റാണ്ടുകൾ ബംഗ്ലാദേശിൽ ഭരണത്തിലിരുന്ന അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ സ്ഥാപനത്തിന് തന്നെ കാരണമായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ പാർട്ടിയായിട്ടുള്ള അവാമി ലീഗ് ഇല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് ബംഗ്ലാദേശിൽ നടക്കുന്നു. അതുതന്നെയല്ലേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? തീർച്ചയായും ഗൗതം, അവാമി ലീഗ് ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതൊരു പ്രത്യേകത തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് അവാമി ലീഗിന് ഇപ്പോഴും ഒരു 40% സ്വാധീനം അവിടെ ഉണ്ട് എന്ന, അല്ലെങ്കിൽ ആ മേഖലകളിലെല്ലാം സ്വാധീനമുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും അവാമി ലീഗ് ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി സംഘടനയും അതുപോലെ തന്നെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും നേരിട്ടുള്ളൊരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി, ഇന്ത്യൻ സമയം 7 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങിങ്ങായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു നാടൻ ബോംബ് പൊട്ടി 3 പേർക്ക് പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചിലയിടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കള്ളവോട്ട് ഉൾപ്പെടെ നടന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും ഈ ഷെയ്ഖ് ഹസീനയുടെ കേന്ദ്രങ്ങൾ, ഷെയ്ഖ് ഹസീനയ്ക്ക് കുറേയൊക്കെ സ്വാധീനമുള്ള മേഖലകളിൽ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ബംഗ്ലാദേശിൽ നമുക്കറിയാവുന്നതാണ്, തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. അതിൻ്റെ റേറ്റുകളോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പോളിംഗ് റേറ്റുകളോ അങ്ങനെ സംബന്ധിച്ച വിഷയങ്ങളൊന്നും നമുക്ക് കൃത്യമായി ലഭ്യമായിട്ടില്ല എങ്കിൽ കൂടി സ്വാഭാവികമായും പോളിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ അത് കാര്യമായൊരു ഇടപെടൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നില്ല എന്നാണ് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പ്രാഥമികമായി വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. എന്തുതന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലങ്ങളായി ബംഗ്ലാദേശിൽ അധികാരത്തിലിരിക്കുക പോലും ചെയ്ത ഒരു പാർട്ടിയെ നിരോധിച്ച് പാർട്ടിയുടെ പ്രവർത്തനം തന്നെ മാറ്റിവെച്ച് ആ പ്രധാനമന്ത്രിയെ നാടുകടത്തിയതിന് ശേഷം ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നത് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയമാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്വതന്ത്ര സ്വഭാവത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറ്റ് വിവാദങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളും എല്ലാം തന്നെ BNP വന്നാലും ജമാഅത്ത് വന്നാലും സാഹചര്യങ്ങൾ ഏതാണ്ട് സമാനമാണ്. എങ്കിൽ പോലും BNP എന്ന് പറയുന്നത് വർഷങ്ങളായി തന്നെ അവിടെ ഉള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അവിടെ മുൻപ് ഭരണത്തിൽ വരികയും പിന്നീട് പ്രതിപക്ഷത്തിരിക്കുകയും ഒക്കെ ചെയ്ത പാർട്ടിയാണ്. പക്ഷേ അതിലും അപകടം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കടന്നുവരവ്. ഒരുപക്ഷെ അവർക്ക് അനുകൂലമായാണ് അവിടെ വിധിയെഴുത്തുണ്ടാകുന്നതെങ്കിൽ എത്രത്തോളം സങ്കീർണമാകും ബംഗ്ലാദേശിലെ സാഹചര്യങ്ങൾ? തീർച്ചയായും ഗൗതം, ബംഗ്ലാദേശിലെ സാഹചര്യം അതീവ സങ്കീർണമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംവിധാനത്തിനെ നിരോധിക്കുകയും അതുപോലുള്ള അതിനുള്ള നീക്കങ്ങൾ നടത്തുകയും അത്തരത്തിൽ അവരുടെ പ്രവർത്തകരെ എല്ലാം തന്നെ പൂർണ്ണമായും നിരവധി പേരെ കൃത്യമായി നിയമ നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്തൊരു പശ്ചാത്തലമായിരുന്നു ബംഗ്ലാദേശിൻ്റേതെങ്കിൽ കഴിഞ്ഞ 2024 ഓഗസ്റ്റിന് ശേഷം ആ സ്ഥിതിവിശേഷമല്ല അവിടെയുള്ളത്. ഈ സംഘടനയിലുണ്ടായിരുന്ന നിരവധി പേരെ ഭീകര ആക്രമണങ്ങളുടെയും ഭീകര പ്രവർത്തനങ്ങളുടെയും പേരിൽ ജയിലിൽ കഴിഞ്ഞിരുന്നവരെ ഒക്കെ തന്നെ തുറന്നുവിടുന്നൊരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അവർക്ക് തങ്ങൾക്ക് കിട്ടുന്ന ഒരു മാൻഡേറ്റ് ദുരുപയോഗം ചെയ്യാനുള്ള തീർച്ചയായുമുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിൽ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഒരു ഇസ്ലാമിക ഭീകര സ്വഭാവമുള്ളൊരു രാജ്യത്തിലേക്കുള്ള നീക്കത്തിൻ്റെ തുടക്കമാകാനുള്ള സാധ്യത അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു മാൻഡേറ്റ് ലഭിക്കുകയാണെങ്കിൽ, തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ, അവർക്ക് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതേസമയം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്, കാലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അവാമി ലീഗിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ല എങ്കിൽ കൂടി ആ രാഷ്ട്രീയ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന ചില സൂചനകൾ അനുസരിച്ച് ആ സംവിധാനത്തിനാണ് കുറേ കൂടി മുൻതൂക്കം, BNPക്കാണ് കൂടുതൽ മുൻതൂക്കം ലഭിക്കുന്നത് എന്ന പ്രാഥമികമായ വിലയിരുത്തലുകളെല്ലാം തന്നെ വരികയും ചെയ്യുന്നുണ്ട്. ഈ രണ്ടാമത് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംവിധാനങ്ങളുടെ അവരുടെ രാഷ്ട്രീയ ആശയങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ കൃത്യമായൊരു പ്രകടന സംവിധാനമുള്ളൊരു പ്രൊഫഷണൽ രീതിയിലായിരിക്കാനുള്ള സാധ്യതയുമില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ സാധ്യത വർദ്ധിക്കുന്നുണ്ട്. ആ വർദ്ധിക്കുന്ന സാധ്യത തന്നെയാണ് പ്രതീക്ഷയായി നിലനിൽക്കുന്നത്. കാരണം നിയമവിരുദ്ധമാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പാർട്ടിയെ
പാർട്ടിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം നടത്തുന്നു, ഒരു തെറ്റായ രീതിയിലുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുന്നുവെങ്കിലും അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. മറ്റേത് ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ സ്വഭാവമുള്ളൊരു സംഘടനയാണ് എന്നൊരു യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ ഐസൺ, എന്തായാലും ആഗോളതലത്തിൽ ഇസ്ലാമിക ഭീകരതയ്ക്ക് അടിത്തറയിടുന്ന ജമാഅത്തെ ഇസ്ലാമി ഇതാ നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ അവിടെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മത്സരിക്കുകയാണ്. വളരെ സങ്കീർണമാണ്. ഗൗരവം പറഞ്ഞതുപോലെ തന്നെ, സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വാഴ്ച തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നത്. ഹൈന്ദവ വിഭാഗത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഈ ഒരു അതിക്രമത്തിന് പിന്നിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിലും കേരളത്തിലേക്ക് വരികയാണെങ്കിലും അത് എത്രത്തോളം അപകടമുണ്ടാക്കുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ് അല്ലേ. പല നേതൃത്വമാണെങ്കിലും അവർ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ ഒന്ന് തന്നെയാണ്. അങ്ങനെ ഒരു സംഘടന ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ അവരാണ് വിജയിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ആ രാജ്യത്തിന്റെ സാഹചര്യം എന്നത് ഇപ്പോൾ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അത്രത്തോളം ക്രൂരതയാണ് അവർ ഈ ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി അധികാരം കൂടി അവർക്ക് മുന്നിലേക്ക് വരുമ്പോൾ, അവരുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഒട്ടും അസഹനീയമായ ഒരു അവസ്ഥയിലേക്ക് ഒരു തനിയാവർത്തനം, ഒരു താലിബാനിസത്തിന്റെ മറ്റൊരു പകർപ്പ് എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.